ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ അഭിഷിക്തന്മാരും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും സുഹൃത്തുക്കളും സുഖമായിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ഇന്ന് പകലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ആത്മാവിൽ പ്രവചിച്ച് പറയുന്നു. സ്തോത്രം. ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്? അത് രോഗത്തിലാണോ, കടഭാരത്തിലാണോ, ജപ്തി നോട്ടീസിൽ ഭാരപ്പെടുന്നതാണോ, ഏതെങ്കിലും ഹൃദയവേദന അനുഭവിക്കുന്നവരാണോ, രോഗബന്ധനങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടോ, മാനസികമായ വിഷയത്തിന്റെ മേൽ അവൻ ഭാരപ്പെടുന്നവരുണ്ടോ, അവൻ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ കരയുന്നവരുണ്ടോ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ, അവൻ ലോകത്തിൽ നീ ഏതൊക്കെ വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ആ പ്രതികൂലങ്ങളിൽ നിന്നും ഇന്ന് പകലിൽ നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും, അവന്റെ രക്തത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ജഡിക ശുദ്ധി വരുത്തുന്ന ഒരു രക്തമുണ്ട്. അത് യേശുവിന്റെ രക്തമാണ്. എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിന്റെ പ്രവൃത്തികളെ ഇൻജക്ട് ചെയ്ത് യേശുവിന്റെ രക്തത്താൽ എന്നെ മുക്കി കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു രക്തമാണ്. ആ രക്തത്തിന്റെ അടുക്കൽ ഇന്ന് പകൽക്കാലം നിങ്ങളേവരെയും ആഹ്വാനം ചെയ്ത് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ അവൻ യേശുവിന്റെ രക്തത്തിന്റെ ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനായിട്ട് ദൈവം നിങ്ങളേവരെയും ആമേൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശുവിൻ്റെ നാമത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അവൻ വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ ഇതാ വളരെ വ്യക്തമായി എബ്രായർക്ക് ലേഖനത്തിനകത്ത് ലേഖനകർത്താവ് പറയുന്നു: ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം ആമേൻ മലിനപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ തളിക്കുമ്പോൾ ആമേൻ യേശുവിന്റെ നാമത്തിൽ അവിടെ ജഡിക ശുദ്ധി വരുത്തുന്നുണ്ടെങ്കിൽ ആമേൻ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ ആമേൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ നിർദോഷവും വിശുദ്ധവും നിഷ്കളങ്കവും കുറ്റമില്ലാത്ത രക്തത്തിന് എത്ര അധികം നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ കഴിയും. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കുന്ന ഒരു രക്തമാണ് യേശുവിന്റെ രക്തം. എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുന്നതാണ് യേശുവിന്റെ രക്തം. എൻ്റെ ജഡചിന്തകളെ എടുത്തു മാറ്റുന്നതാണ് യേശുവിന്റെ രക്തം. എൻ്റെ ജഡചിന്താഗതികളെ എടുത്തു മാറ്റുന്നതാണ് യേശുവിന്റെ രക്തം. ആമേൻ ജഡത്തിന്റെ പ്രവൃത്തികളായ ദ്വന്ദ്വപക്ഷം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ആമേൻ അസൂയ, ജാരസംഘ, ദ്വന്ദ്വപക്ഷം, ആമേൻ ഇത്യാദി ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുന്നതാണ് ആമേൻ യേശുവിന്റെ രക്തം. ആ രക്തം ആമേൻ എന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം തളിക്കപ്പെട്ടാൽ മലിനപ്പെട്ടിരിക്കുന്ന ഒരു ശരീരം ശുദ്ധി വരുത്തുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം, ഏത് രക്തം? നിർദോഷമായ രക്തം. ആമേൻ സ്വാമേൻ വിശുദ്ധിയുടെ രക്തം. ആ രക്തം എന്നിലേക്ക് തളിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിച്ചു കളയുവാനാണ്. അതുകൊണ്ടാണ് ഗലാത്യർ 5:25 വാക്യം 24, 25 വാക്യം പറയുന്നത്: ക്രിസ്തുവേശുവിനുള്ളവർ രാഗമോഹങ്ങളോടുകൂടെ സകല ലോകത്തിലുള്ളവരെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നതാണ് യേശുവിന്റെ രക്തം. അതുകൊണ്ട് 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയതുമായ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആമേൻ സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെ രക്തം, ഇനി പശുക്കിടാങ്ങളുടെ രക്തം, ഇതൊന്നും കൊണ്ടും യാഗമർപ്പിക്കണ്ട എന്ന് പഴയ നിയമത്തിലെ ഒരു ബോധ്യം, ന്യായപ്രമാണത്തിന്റെ ബോധ്യം പുതിയ നിയമത്തിൽ വിളിച്ചു പറയുന്നു. ന്യായപ്രമാണത്തിൽ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവൻ എന്ത് ചെയ്യണം? അവൻ ആട്ടുകൊറ്റന്മാരുടെ രക്തം, കുറുമ്പ്രാവിന്റെ രക്തം, പശുക്കിടാങ്ങളുടെ രക്തം വർഷത്തിൽ ഒരിക്കൽ കൊണ്ടുവന്ന മഹാപുരോഹിതന്റെ മുമ്പിൽ യാഗമായി അർപ്പിക്കണം
അർപ്പിക്കപ്പെടണം. അത് യാഗമായി അർപ്പിക്കപ്പെട്ടാൽ അവൻ പാപത്തിൽ നിന്നും വിമോചനായി പിന്നെ ആ രക്തവും കൊണ്ട് അല്ലെങ്കിൽ ആ യാഗ മൃഗത്തിന്റെ രക്തവുമായി മുന്നിലോട്ട് പോകേണ്ടത് മഹാപുരോഹിതനാണ്. ഇവിടെ ഇതാ ഇനി അങ്ങനെ ഒരു യാഗം വേണ്ട. ഒരിക്കലായി ആമേൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് ആമേൻ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ക്രിസ്തുയേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നു. ഇനി ഒരു യാഗവും വേണ്ട. ഒരിക്കലായി യേശു നമുക്ക് വേണ്ടി യാഗമായി. ആ യാഗം ആമേൻ എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആ രക്തം നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്, നിന്നെ വിമോചിക്കുന്ന രക്തമാണ്, നിന്നെ സൗഖ്യമാക്കുന്ന രക്തമാണ്. ആ രക്തത്തിന്റെ പങ്കാളിയായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.